ആക്സിയം 4 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ സംഘം ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തി. ഇന്ത്യൻ സമയം വൈകിട്ട് 3 മണിയോടെയാണ് ഡ്രാഗൺ പേടകം കാലിഫോർണിയ തീരത്ത് പതിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്രം കുറിച്ചാണ് ശുഭാൻഷു ശുക്ല മടങ്ങിയെത്തിയത്. 7 ദിവസത്തെ നിരീക്ഷണ കാലയളവ് കഴിഞ്ഞ് ശുഭാൻഷു ഇന്ത്യയിലേക്ക് മടങ്ങും. ആക്സിയം 4 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയാണ് ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട സംഘം ഇന്ന് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സമയം വൈകിട്ട് 3 മണിയോടെയാണ് ഡ്രാഗൺ പേടകം കാലിഫോർണിയ തീരത്ത് പതിച്ചത്. ജൂൺ 25-നാണ് സംഘം ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും യാത്ര തിരിച്ചത്. പെഗ്ഗി വെറ്റ്സിന്റെ നേതൃത്വത്തിലായിരുന്നു ദൗത്യം നടന്നത്. അതുപോലെ തന്നെ ശുഭാൻഷു ശുക്ല മിഷൻ പൈലറ്റായിരുന്നു. ജൂൺ 26-നാണ് സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചത്. ശേഷം അവിടെ വിവിധ പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു. ISROയുടെ നിർദ്ദേശപ്രകാരം 7ഓളം പരീക്ഷണങ്ങളാണ് ശുഭാൻഷു ശുക്ല അവിടെ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച പോലെ തന്നെ 60ഓളം പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് സംഘം ഇന്ന് ഭൂമിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ സമയം 3 മണിയോടെ കാലിഫോർണിയ തീരത്ത് ഡ്രാഗൺ പേടകം പതിക്കുകയായിരുന്നു. ഇന്നലെയായിരുന്നു മടക്കയാത്ര നിശ്ചയിച്ചിരുന്നത്. ഇന്നലെ 4:30-യോടെ അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കുകയായിരുന്നു. ശേഷം ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയായിരുന്നു. ഇന്ന് ഡ്രാഗൺ പേടകം പതിച്ചതിന് പിന്നാലെ റിക്കവറി കപ്പൽ എത്തുകയും ഇവരെ സുരക്ഷിതമായി ഈ പേടകം റിക്കവറി കപ്പലിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്നാണ് ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. ശേഷം ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. ആദ്യം പേടകത്തിൽ നിന്നും പുറത്തിറങ്ങിയത് മിഷൻ കമാൻഡറായ പെഗ്ഗി വിറ്റ്സനാണ്. രണ്ടാമതായാണ് ശുഭാൻഷു ശുക്ല പുറത്തേക്ക് ഇറങ്ങിയത്. വളരെ അഭിമാനത്തോടെയാണ് ശുഭാൻഷു പുറത്തേക്ക് ഇറങ്ങി വന്നത്. എന്തായാലും ഇനി ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയതിനു ശേഷം വിശ്രമത്തിനായി 7 ദിവസത്തെ വിശ്രമത്തിനായി ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റും. ഈ 7 ദിവസത്തെ വിശ്രമത്തിന് ശേഷമായിരിക്കും ഇനി ശുഭാൻഷു എന്തായാലും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നത്.